ഹായ് ഓൾ, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. ഇപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ എന്താണ് ഷെഡ്യൂളിംഗ് അൽഗോരിതം, ദെൻ ഫസ്റ്റ് FCFS അൽഗോരിതത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ നെറ്റിനും ഗേറ്റിനൊക്കെ ചോദിക്കുന്ന മോഡൽ ഒരു ക്വസ്റ്റ്യൻസുമാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ വാട്ട് യു മീൻ ബൈ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം? Out of all available processes, it is select the process within the smallest burst time to execute next. That means ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോസസ്സുകളുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ബേഴ്സ്റ്റ് ടൈമുള്ള പ്രോസസ്സ് ഏതാണോ ആ പ്രോസസ്സിനെ ആയിരിക്കും നെക്സ്റ്റ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. ബേഴ്സ്റ്റ് ടൈം മീൻസ് ഓരോ പ്രോസസ്സിനും എക്സിക്യൂട്ട് ചെയ്യാനെടുക്കുന്ന സമയം. ആ സമയം നോക്കും അറ്റ് എ പർട്ടിക്കുലർ ടൈം. ദെൻ മോർ ദാൻ വൺ പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ജോബ് ഏതാണെന്ന് നോക്കും, അതിന് സെലക്ട് ചെയ്യും. അപ്പോൾ ഇതൊരു നോൺ പ്രീഎംറ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. അപ്പോൾ എന്താണ് പ്രീഎംറ്റീവ് ആൻഡ് നോൺ പ്രീഎംറ്റീവ് എന്ന് ഞാൻ പ്രീവിയസ് വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നോൺ പ്രീഎംറ്റീവ് മീൻസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് വേറൊരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് പ്രീഎംറ്റീവ്, ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു പ്രോസസ്സ് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നിർത്തിയിട്ട് നമ്മൾ നെക്സ്റ്റ് ആ പ്രോസസ്സിന് ചെയ്യും. അതാണ് പ്രീഎംറ്റീവ്. അപ്പോൾ പ്രീഎംറ്റീവ് നമുക്ക് SJF ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തെറ്റാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണിത്. നോൺ പ്രീഎംറ്റീവ് SJF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെറുതെ SJF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ പ്രീഎംറ്റീവാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രീഎംറ്റീവ് SJF എന്ന് പറയും. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പ്രീഎംറ്റീവ് ഷെഡ്യൂളിംഗ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലുള്ള പ്രോബ്ലത്തിൽ എന്താണ് ചെയ്യുന്നത് അതുപോലെ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഐ ഓൺലി എക്സ്പ്ലെയിൻ ദി ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. അതിൻ്റെ ഒരു 2 പ്രോബ്ലവും സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് മീൻസ് അറൈവൽ ടൈം ബേസ് ചെയ്തിട്ട് എത്ര പ്രോസസ്സ് ഉണ്ടെങ്കിലും ആ പ്രോസസ്സിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ജോബ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതാണ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. നെക്സ്റ്റ് അതിൻ്റെ ഒരു പ്രോബ്ലം. അതിനകത്ത് 5 പ്രോസസ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ അറൈവൽ ടൈം 2. ദാറ്റ് മീൻസ് പ്രോസസ്സ് P1 വന്നത് 2 എന്നുള്ളൊരു ടൈമിലാണെന്ന് വിചാരിക്കുക. ദെൻ അതിൻ്റെ ടോട്ടൽ എക്സിക്യൂഷൻ ടൈം ഈസ് 1. ദെൻ P2 1.5. ദെൻ P3 4.1. P4 0 അറൈവൽ ടൈമിൽ വന്നു. 6 വേണം അതിൻ്റെ ബേഴ്സ്റ്റ് ടൈം അത് കംപ്ലീറ്റ് ചെയ്യാൻ. ദെൻ P5 2 എന്നുള്ളൊരു ടൈമിൽ വന്നു. ദെൻ 3 വേണം അത് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വി കാൽക്കുലേറ്റ് ദ ഗാൻ ചാർട്ട്. അപ്പോൾ അതിൻ്റെ ഗാൻ ചാർട്ട് വരയ്ക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിലെ നമ്മൾ അറൈവൽ ടൈം ഇവിടെ തന്നേക്കുന്നത് കാരണം അറൈവൽ ടൈം ചെക്ക് ചെയ്യും, ഏത് പ്രോസസ്സാണ് ആദ്യം വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ അറൈവൽ ടൈം 0ൽ പ്രോസസ്സ് P4 വന്നിട്ടുണ്ട്. ഓക്കെ, വേറെ ഒരു പ്രോസസ്സും വന്നിട്ടില്ല. അപ്പോൾ 0th ടൈമിൽ P4 മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഷോർട്ടസ്റ്റ് ജോബ് നോക്കിയാൽ ആ ഒരു ജോബ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ പ്രോസസ്സറിന് P4 വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്യും. P4 എന്നുള്ള പ്രോസസ്സിനാണ് ഇപ്പം നമ്മൾ പ്രോസസ്സറിന് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ 0 മുതൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം വേണം? 6 ടൈം വേണം. അതിൻ്റെ ഇടയിൽ ഏത് പ്രോസസ്സ് വന്നാലും നോൺ പ്രീഎംറ്റീവ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കില്ല, ഈ പ്രോസസ്സ് P4 തീർന്നാൽ മാത്രമാണ് ബാക്കിയുള്ളവർക്ക് അലോക്കേഷൻ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 0 to 6 P4ന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തു. നെക്സ്റ്റ് അറ്റ് ടൈം 6ലാണ് P4 കംപ്ലീറ്റ് ആയത്. P4 കംപ്ലീറ്റ് ആയപ്പോൾ ഇനി നോക്കുക ഇനി എത്ര പ്രോസസ്സ് ആ സമയത്ത് നമ്മുടെ റെഡി ക്യൂലുണ്ടെന്ന്.
6th ടൈമിലാണ് കംപ്ലീറ്റ് ആയേ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വന്നേക്കുന്ന പ്രോസസ്സ് ഏതാ? P1 2 ടൈമിൽ വന്നു, P2 1 എന്നുള്ള ടൈമിൽ വന്നു, P3 4 എന്നുള്ള ടൈമിൽ വന്നു, P5 2 എന്നുള്ള ടൈമിൽ വന്നു. ഓക്കെ, അപ്പോൾ 4 പ്രോസസ്സ് റെഡി ക്യൂവിൽ വെയിറ്റിംഗ് ആണ്. ഇനി ഇതിനകത്ത് ആരെ സെലക്ട് ചെയ്യും? അവിടെയാണ് നമ്മൾ SJFൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, ഏറ്റവും ചെറിയ ജോബ് ആദ്യം എടുക്കുക. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ചെറിയ ജോബ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ജോബ് നോക്കി. ഇപ്പോൾ ബേഴ്സ്റ്റ് ടൈം കുറവുള്ള ഏതൊക്കെയാണെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് 2 എണ്ണം ഉണ്ട്, P1 ആൻഡ് P3. അതിൽ P1ൻ്റെ ബേഴ്സ്റ്റ് ടൈം 1 ആണ്, P3യുടെയും ബേഴ്സ്റ്റ് ടൈം 1 ആണ്. അങ്ങനെ രണ്ടും 1 ആയിട്ട് വരുന്ന ഒരു കേസിൽ നമുക്ക് P1 എടുക്കണോ P3 എടുക്കണോ എന്ന് ഡൗട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറൈവൽ ടൈം നോക്കുക. അപ്പോൾ അതിനകത്ത് ആദ്യം ആരാണ് വന്നതെന്ന് നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേസിൽ P1 ആൻഡ് P3 ആണ്. അപ്പോൾ അതിൻ്റെ അറൈവൽ ടൈം നമ്മൾ ചെക്ക് ചെയ്യുക. P1ൻ്റെ അറൈവൽ ടൈം 2 ആണ്, P3യുടെ അറൈവൽ ടൈം എന്താണ്? 4 ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ആദ്യം വന്നത് ആരാണ്? P1 ആണ്. ദെൻ P1ന് അലോക്കേറ്റ് ചെയ്യുക. സോ നമ്മൾ P1ന് അലോക്കേറ്റ് ചെയ്തു. P1 6 മുതൽ 7 വരെയുള്ള ടൈമിൽ P1 കംപ്ലീറ്റ് ചെയ്തു. 7 ആയപ്പോൾ P1 തീർന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ P4ഉം കഴിഞ്ഞു, P1ഉം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 7 എന്നുള്ള ടൈമിൽ ആരൊക്കെയുണ്ടെന്ന് നോക്കാം. P2 ഉണ്ട്, P3 ഉണ്ട്, P5 ഉണ്ട്. അപ്പോൾ അതിനകത്ത് 3 എണ്ണം അറ്റ് എ ടൈം ഉള്ളത് കാരണം ഏറ്റവും ഷോർട്ടസ്റ്റ് ജോബ് നോക്കുക. ഷോർട്ടസ്റ്റ് ജോബ് നോക്കുമ്പോൾ 1 ആണ് ഷോർട്ടസ്റ്റ് ജോബ്. അപ്പം ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് ഒരു ജോബേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അറൈവൽ ടൈം നോക്കണ്ട. സോ P3 നമ്മൾ അലോക്കേറ്റ് ചെയ്തു. P3 നമ്മൾ 7 മുതൽ 8 വരെ ചെയ്തു. ദെൻ 8 ആയപ്പോൾ നമ്മുടെ 3 പ്രോസസ്സ് കഴിഞ്ഞു. ദെൻ റിമൈനിങ് നമുക്ക് P5 ഉണ്ട്, P2 ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ബേഴ്സ്റ്റ് ടൈം നോക്കുക. നോക്കിയപ്പോൾ ആരാണ് ചെറുത്? 3, അതായത് P5 ആണ് ചെറുത്. ഓക്കെ, അപ്പോൾ P5 എന്നുള്ള ഒരു പ്രോസസ്സേ നമുക്കുള്ളൂ. ദെൻ സോ നമ്മൾ P5ന് അലോക്കേറ്റ് ചെയ്യുക. 8 3 11 ആയപ്പോൾ അത് തീർന്നു. ദെൻ 11 11 വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇനി മിച്ചമുള്ള ആരാണ്? P2 ആണ്. അപ്പോൾ P2 പ്രോസസ്സ് ചെയ്തു. P2ൻ്റെ ബേഴ്സ്റ്റ് ടൈം 5 ആണ്. അതുകൊണ്ട് 11 + 5 16 ടൈം ആയപ്പോൾ P2 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗാൻ ചാർട്ട് വരയ്ക്കുന്നത്. ഇനി ഈ ഗാൻ ചാർട്ടിൽ നിന്നും നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു കോളം തന്നിട്ട് അതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം അല്ലെങ്കിൽ ആവറേജ് ടേൺ അറൗണ്ട് ടൈം ആയിരിക്കും ചോദിക്കുന്നത്. നമുക്ക് ഈ ഗാൻ ചാർട്ട് വരച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ബാക്കി പ്രോസസ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ടേൺ അറൗണ്ട് ടൈമും ആവറേജ് വെയിറ്റിംഗ് ടൈമും ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കംപ്ലീഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. കംപ്ലീഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കോളം ഒന്നുകൂടെ വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കുന്നു. അതാണ് CT കൊണ്ട് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ കംപ്ലീഷൻ ടൈം മീൻസ് ഓരോ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തത് എപ്പോഴാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തത് എപ്പോഴാണ്. ഫസ്റ്റ് P1 എപ്പോഴാണ്? നമ്മൾ ഗാൻ ചാർട്ട് നോക്കി അറിയാം. P1 എപ്പോഴാണ് നമ്മുടെ കംപ്ലീറ്റ് ആയത്? 7 എന്നുള്ള ടൈമിൽ. സോ റൈറ്റ് 7 ഹിയർ. ദെൻ P2 എപ്പോഴാണ് കംപ്ലീറ്റ് ആയത്? P2 16 എന്നുള്ളൊരു സമയത്താണ് കംപ്ലീറ്റ് ആയത്. സോ 16 എഴുതുക. P3 എപ്പോഴാണ് കംപ്ലീറ്റ് ആയത്? 8. ദെൻ P4 6, P5 11. അപ്പോൾ ഈ കംപ്ലീഷൻ ടൈം നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 2 ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണ് ഈസി ആയിട്ട്, നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം ടേൺ അറൗണ്ട് ടൈം ആൻഡ് വെയിറ്റിംഗ് ടൈം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ടേൺ അറൗണ്ട് ടൈം ഓരോ പ്രോസസ്സിൻ്റെയും കിട്ടും, അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിൻ്റെയും വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ആവറേജ് കാണാൻ നമുക്കറിയാമല്ലോ. ഈ കിട്ടിയേക്കുന്ന ഇതിനെ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ഡിവൈഡ് ബൈ എത്ര നമ്പർ ഓഫ് പ്രോസസ്സ് ഉണ്ടെന്ന് നോക്കുക. അതാണ് ആവറേജ് വെയിറ്റിംഗ് ടൈം അല്ലെങ്കിൽ ആവറേജ് ടേൺ അറൗണ്ട് ടൈം. അപ്പോൾ ഇനി നമ്മൾ ടേൺ അറൗണ്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ 2 ഇക്വേഷൻസ് മനപ്പാടാക്കി വയ്ക്കുക. ടേൺ അറൗണ്ട് ടൈം ഇസ് ഈക്വൽ ടു കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. ടേൺ അറൗണ്ട് ടൈം മീൻസ് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ട്, അതായത് അത് തീർക്കാനെടുക്കുന്ന ഒരു ടൈം വന്നപ്പോൾ മുതൽ, അല്ലെങ്കിൽ അത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. അതെപ്പോഴാണ് വന്നത്, ദെൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. അത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്തോരം ടൈം ചിലവഴിച്ചു എന്ന് കിട്ടും. അപ്പോൾ കംപ്ലീഷൻ ടൈം 7 ആണ് P1ൻ്റെ. ദെൻ 7 മൈനസ് അറൈവൽ ടൈം നോക്കുക. അറൈവൽ ടൈം നമ്മൾ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അറൈവൽ ടൈം ഓഫ് P1 ഈസ് 2 ആണ്.
ഓക്കെ 2 ആണ്. അപ്പോൾ ഇത് മൈനസ് ചെയ്യുക, ഏതിൽ നിന്നും 7ൽ നിന്നും മൈനസ് ചെയ്യുക. സോ 7 - 2 = 5. അങ്ങനെ ഈ ഓരോ കോളും ഫില്ല് ചെയ്തെടുക്കുക. അറൈവൽ ടൈം വെച്ചിട്ട് മൈനസ് ചെയ്യുക ഈ കംപ്ലീഷൻ ടൈമിനെ. അപ്പോൾ നമുക്ക് ടേൺ അറൗണ്ട് ടൈം കിട്ടും. ദെൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടേൺ അറൗണ്ട് ടൈം കിട്ടും. ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ ആവറേജ് ടേൺ അറൗണ്ട് ടൈം കിട്ടും. അതുപോലെ തന്നെ വെയിറ്റിംഗ് ടൈം. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ മനപ്പാടാക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാൻ ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ടൈം ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ തീർക്കണമല്ലോ നമുക്ക് ഈ ആൻസർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻസ് മനപ്പാടാക്കി വയ്ക്കുക. ദെൻ വെയിറ്റിംഗ് ടൈം ഈസ് ഈക്വൽ ടു ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ്റ്റ് ടൈം. അപ്പോൾ അതാണ് വെയിറ്റിംഗ് ടൈം, എന്തോരം നേരം വെയിറ്റ് ചെയ്തു എന്ന്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം P1 കണ്ടുപിടിക്കുക. P1 ടേൺ അറൗണ്ട് ടൈം ഈസ് ഈക്വൽ ടു 5. ദെൻ അതിൻ്റെ ബേഴ്സ്റ്റ് ടൈം ഓഫ് P1 ഈസ് 1 ആണ്. ഓക്കെ, അപ്പോൾ 5 - 1 4. അങ്ങനെ നിങ്ങൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അടുത്തതിൻ്റെ ടേൺ അറൗണ്ട് ടൈം 15 ആണ്. ബേഴ്സ്റ്റ് ടൈം 5 ആണ്. അപ്പോൾ 15 - 5 10. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്, റെസ്പോൺസ് ടൈം. ഇപ്പോൾ റെസ്പോൺസ് ടൈം നമുക്കറിയാം ഒരു പ്രോസസ്സിൻ്റെ കിട്ടുന്ന റെസ്പോൺസ് എപ്പോഴാണെന്ന്. അത് വന്നപ്പോൾ മുതൽ അതിന് എപ്പോഴാണ് പ്രോസസ്സിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഒരു എളുപ്പവഴിയുണ്ട്. അതായത് ഇപ്പോൾ നോൺ പ്രിഎംറ്റീവ് ഷെഡ്യൂളിങ്ങിൻ്റെ കേസിൽ, അൽഗോരിതത്തിൻ്റെ കേസിൽ വെയിറ്റിംഗ് ടൈമും റെസ്പോൺസ് ടൈമും സെയിം ആണ്. അപ്പോൾ എന്താണ് വെയിറ്റിംഗ് ടൈം? അത് തന്നെയായിരിക്കും റെസ്പോൺസ് ടൈമും. ഇനി അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? റെസ്പോൺസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് P1 ആണ്. അപ്പോൾ P1 റെസ്പോൺസ് കിട്ടിയ സമയം 6 ആണ്. അത് വന്ന സമയം നോക്കുക, അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. ഓക്കെ, പ്രോസസ്സ് കിട്ടിയ സമയം എത്രയാണെന്ന് നോക്കുക, അത് വന്ന സമയം നോക്കുക, അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. അതാണ് റെസ്പോൺസ് ടൈം. ഇപ്പോൾ P1 പ്രോസസ്സറിന് കിട്ടിയ സമയം 6, അത് വന്ന സമയം 2. അപ്പോൾ 6 - 2 4. അതുപോലെ തന്നെ P2 പ്രോസസ്സിന് കിട്ടിയ സമയം നോക്കുക, 11 ആണ്, വന്ന സമയം 1 ആണ്. സോ 11 - 1 10. ഇങ്ങനെ നമുക്ക് റെസ്പോൺസ് ടൈം കണ്ടുപിടിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ കൂടുതൽ ചിന്തിക്കേണ്ട, കാരണം നോൺ പ്രിഎംറ്റീവിൻ്റെ കേസിൽ വെയിറ്റിംഗ് ടൈമും റെസ്പോൺസ് ടൈമും സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു പ്രോബ്ലം സോൾവ് ചെയ്യുവാണ്. പിന്നെ അത് 5 ജോബ്സ് ഉണ്ട്. ABCD and E ആർ വെയിറ്റിംഗ് ഇൻ എ റെഡി ക്യൂ. ദെയർ എക്സ്പെക്റ്റഡ് റൺ ടൈം, ദാറ്റ് മീൻസ് ബേഴ്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 9, 6, 3, 5 and X ആണ്. അതായത് ലാസ്റ്റ് പ്രോസസ്സിൻ്റെ പറഞ്ഞു തന്നിട്ടില്ല, എക്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓൾ ദി ജോബ്സ് എൻറ്റേഡ് ഇൻ എ റെഡി ക്യൂ അറ്റ് ടൈം 0. ഇപ്പോൾ എല്ലാത്തിൻ്റെയും അറൈവൽ ടൈം എത്രയാണ്? 0 ആണ്. ദേ മസ്റ്റ് റൺ ഇൻ ഡാഷ് ഓർഡർ ടു മിനിമൈസ് ആവറേജ് റെസ്പോൺസ് ടൈം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുക. അപ്പോൾ മിനിമൈസ് ആവറേജ് റെസ്പോൺസ് ടൈം എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുക, ആവറേജ് റെസ്പോൺസ് ടൈം മിനിമം ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് SJF, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഓക്കെ, റെസ്പോൺസ് ടൈം മിനിമം ആയിട്ടുള്ള ആവറേജ് റെസ്പോൺസ് ടൈമിൻ്റെ ആവറേജ് മിനിമം ആയിട്ടുള്ള അൽഗോരിതമാണ് SJF. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഏത് കൺസെപ്റ്റാണ്? SJFൻ്റെ കൺസെപ്റ്റാണ്. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇഫ് 3 < X < 5. ഓക്കെ, അതിൽ നമുക്ക് ഈസി ആയിട്ട് എക്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. 3 some value less than 5. ദാറ്റ് മീൻസ് എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? 4 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഇതാണ് പ്രോസസ്സ്, 5 പ്രോസസ്സ്. ദെൻ 5 പ്രോസസ്സും വന്ന സമയം ഒന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇനി ബേഴ്സ്റ്റ് ടൈം ഇതാണ്. ലാസ്റ്റത്തെ പ്രോസസ്സിന് എക്സ് ആണ്, നമ്മൾ 4 എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ മിനിമം ആവറേജ് റെസ്പോൺസ് എന്ന ക്വസ്റ്റിനെ തന്നേക്കുന്ന കാരണം നമ്മൾ ഏത് അൽഗോരിതം യൂസ് ചെയ്യുക? SJF അൽഗോരിതം യൂസ് ചെയ്യുക. അപ്പോൾ SJF അൽഗോരിതം യൂസ് ചെയ്യുമ്പോൾ ഏത് ഓർഡർ ആയിരിക്കും? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഷോർട്ടസ്റ്റ് ജോബ് ആരാ? സി അപ്പോൾ ആദ്യം ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഷോർട്ടസ്റ്റ് ജോബ് ഈസ് ഇയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യണം. നെക്സ്റ്റ് ഈസ് D, നെക്സ്റ്റ് ഈസ് B and final is the A. Okay, so the answer is 2.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് SJF എന്ന് പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.